നമസ്കാരം. കേരള രാഷ്ട്രീയത്തിൽ ബി.ജെ.പിയിൽ ഒരു വൻ പൊട്ടിത്തെറിയുടെ വക്കിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീമാരുടെ മോചനവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പിയുടെ പുതിയ അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എടുത്ത തീരുമാനങ്ങൾ ഒക്കെ തന്നെയും പരാജയമായിരുന്നു എന്ന കടുത്ത വിമർശനവുമായിട്ടാണ് വി മുരളീധരൻ പക്ഷം വന്നിരിക്കുന്നത്. വി മുരളീധരനോട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി കേരള ഘടകം നീങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ എന്ന പേര് പോലും പറയാൻ അദ്ദേഹം മടിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ ഈ പറയുന്ന രീതിയിൽ ഇത്രയും ഇരുതല മൂർച്ചയുള്ള ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ കേരളത്തിലെ മറ്റു നേതാക്കളുമായി അല്ലെങ്കിൽ ഒരു കോർ കമ്മിറ്റിയുമായി ഇത് സംബന്ധിച്ച ചർച്ച നടത്തേണ്ടതായിരുന്നില്ലേ എന്ന ചോദ്യമാണ് വി മുരളീധരൻ പേര് പറയാതെ പറയുന്നത്. ഇവിടെ പരിവാർ സംഘടനകൾ ഉൾപ്പെടെ ഉള്ളവരോട് രാജീവ് ചന്ദ്രശേഖർ ഒരു ആശയവിനിമയവും നടത്തിയിട്ടില്ല അത്രേ. കൂടാതെ അദ്ദേഹം ആശയവിനിമയം നടത്തിയത് അനൂപ് ആന്റണിയോടും ഷോൺ ജോർജിനോടും മാത്രമാണ്. സംഘടനാ തലത്തിൽ തീരെ പരിചയമില്ലാത്ത ഷോൺ ജോർജിനോടും അനൂപ് ആന്റണിയോടും എന്ത് കാര്യമാണ് ഇദ്ദേഹത്തിന് വിശകലനം ചെയ്യാനുള്ളത്? കേരളത്തിലെ ക്രിസ്ത്യൻ സമൂഹത്തെ ഒരു പരിധിവരെ ഈ പറയുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ സുരേഷ് ഗോപിയുടെ വിജയത്തിന് വി മുരളീധരൻ അടങ്ങുന്ന സംഘം പണിയെടുത്ത് തങ്ങളോട് കൂടെ നിർത്തി വിജയത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്ന ഈ അവസരത്തിൽ ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ ഒറ്റയ്ക്കെടുത്ത തീരുമാനം അത് പരാജയമായിരുന്നു എന്ന കടുത്ത ആരോപണമാണ് ഇപ്പോൾ വി മുരളീധരൻ അടങ്ങുന്ന പക്ഷം, അതായത് വി മുരളീധരനും പി.കെ. കൃഷ്ണദാസും അടങ്ങുന്ന പക്ഷം ഉന്നയിച്ചിരിക്കുന്നത്. അതിവിടെ പറയുമ്പോൾ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടി വരും. അതായത് ഈ പറയുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ അധ്യക്ഷനായി വരുന്നതിൽ ഏറ്റവും കൂടുതൽ സ്വരച്ചേർച്ച ഇല്ലാതിരുന്നത് രാജീവ് ചന്ദ്രശേഖരെ കെട്ടിയിറക്കി കൊണ്ടുവന്നു എന്ന ആരോപണം ഉന്നയിച്ച് വി മുരളീധരൻ ഉൾപ്പെടെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെ കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള നിരവധി പേരെ, അതായത് പാലക്കാട് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് തോറ്റ ശ്രീ കൃഷ്ണകുമാർ ഉൾപ്പെടെ നിരവധി പേരെ ഇങ്ങനെ അദ്ദേഹം പുതിയതായി സംസ്ഥാന ഘടകത്തിൽ വരുത്തിയ മാറ്റങ്ങളിൽ ഒരു കമ്മിറ്റിയിലും ഉൾപ്പെടുത്താതിരുന്നതിൽ ഉള്ള അമർഷത്തിന്റെ ബാക്കി പത്രമായി കിട്ടാനൊരു കാരണം കാത്തിരുന്ന പോലെയാണ് ഇപ്പോൾ വി മുരളീധരനും അദ്ദേഹത്തോട് അടുത്ത് നിൽക്കുന്നവരും പറയുന്നത്. അതായത് സംഘടനാ പരിചയം തീരെയില്ലാത്ത ഷോൺ ജോർജിനോടും അനൂപ് ആന്റണിയോടുമാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു കോർ കമ്മിറ്റിയോടോ മറ്റോ സംസാരിച്ച് ഇത്തരത്തിൽ തീരുമാനമെടുക്കേണ്ടതായിരുന്നു. ഈ പറയുന്ന കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് തുടങ്ങി അതിന്റെ മോചനം വരെ അദ്ദേഹം ഇടപെട്ടത് ശരിയായില്ല എന്ന ആക്ഷേപമാണ് ഇവർ ഉന്നയിക്കുന്നത്. ഇതിനെ സംബന്ധിച്ച് അവർ കേന്ദ്രത്തിൽ പരാതിയും നൽകി. വി മുരളീധരൻ, പി.കെ. കൃഷ്ണദാസ് ഈ പറയുന്ന ഈ അടുത്ത കാലം വരെ പി.കെ. കൃഷ്ണദാസ് രാജീവ് ചന്ദ്രശേഖരോടൊപ്പം നിന്നതാണ്. ഇപ്പോൾ അദ്ദേഹത്തെ ഒറ്റിക്കൊണ്ട് രാജീവ് ചന്ദ്രശേഖരെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പി.കെ. കൃഷ്ണദാസ് സംസാരിക്കുന്നത്. ഇത്തരത്തിൽ രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നതിലുള്ള അമർഷമാണ് ഇവർ ഇപ്പോൾ കാണിക്കുന്നതെന്ന് മറുപക്ഷവും വാദിക്കുന്നുണ്ട്. ഏതായാലും ഇതിൽ ഒരു കാര്യം നമുക്ക് പറയാനുള്ളത്, അവർ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകുമ്പോൾ ഒരു വേള ഇതിന് ഉത്തരമായി രാജീവ് ചന്ദ്രശേഖരന് പറയാൻ നിരവധി കാരണങ്ങളുണ്ടാകും. അല്ലെങ്കിൽ നാം ഇവിടെ മനസ്സിലാക്കേണ്ടത്, രാജീവ് ചന്ദ്രശേഖർ ഇവരോട് ആലോചിച്ച് മുന്നോട്ട് നീങ്ങിയില്ല എന്ന് പറയുമ്പോഴും രാജീവ് ചന്ദ്രശേഖർ കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയോടും അല്ലെങ്കിൽ പാർട്ടിയുടെ കേന്ദ്ര ഘടകത്തിനോടും ഇതിനെ സംബന്ധിച്ച് ചർച്ച നടത്തി, അമിത്ഷായോട് ചർച്ച നടത്തി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയോട് നരേന്ദ്രമോദിയോട് ചർച്ച നടത്തി. അവരുടെ ആവശ്യപ്രകാരമാണ്, അവർ പറഞ്ഞ പ്രകാരമാണ് അനൂപ് ആന്റണിയെ അവിടേക്ക് വിട്ടത് എന്ന തുടക്കം മുതൽ നാം കേട്ടിരുന്നു. മറ്റൊരു പക്ഷം പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് കാര്യം അവതരിപ്പിച്ചിരുന്നു എന്നും പറയുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരെ കേരളത്തിന്റെ ചുമതല ഏൽപ്പിച്ച് കേന്ദ്രം വിടുമ്പോൾ നിങ്ങൾക്ക് സധൈര്യം നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കാം, നിങ്ങൾക്ക് സധൈര്യം മുന്നോട്ട് പോകാം, നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ട് എന്ന ഒരു പക്ഷമാണ് അദ്ദേഹത്തിന് കിട്ടിയത്, കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയത്. ആയതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ തീരുമാനമെടുത്തതിൽ കേന്ദ്രത്തിന് ഈ പറയുന്ന ഒരു പിന്തുണ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ ഈ വി മുരളീധരനും സംഘവും ആരോപിക്കുന്ന ഈ ആരോപണത്തിന്റെ മുനയൊടിക്കത്തക്ക രീതിയിൽ രാജീവ് ചന്ദ്രശേഖരന് തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണ കിട്ടും എന്നുള്ള കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ സ്ഥാനമാനങ്ങൾ താൻ ഉൾപ്പെടെ ഉള്ളവർക്ക് കിട്ടാതെ പോയതിനുള്ള ആത്മരോക്ഷമാണോ ഇവിടെ വി മുരളീധരനും സംഘവും പറയുന്നത് എന്ന് നമുക്ക് ചോദിക്കേണ്ടി വരും. ഏതായാലും കേരള ഘടകത്തിനോട് അല്ലെങ്കിൽ അങ്ങനെ ഒരു കോർ കമ്മിറ്റിയോട്, വിശ്വ ഹിന്ദു പരിഷത്തിനോട് അല്ലെങ്കിൽ മറ്റ് ഹിന്ദു സംഘടനകളോട് രാജീവ് ചന്ദ്രശേഖർ ഈ കാര്യങ്ങൾ ചോദിച്ച് ചെയ്യേണ്ടതല്ലേ എന്ന് ചോദിക്കുമ്പോൾ മുൻപരിചയമില്ലാത്ത ഷോൺ ജോർജിനോടും അനൂപ് ജോർജിനോടും ഇത് അന്വേഷിച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ ഇത്തരം
തരത്തിൽ ഇത്രയും കാഠിന്യമേറിയ ഏത് വിഷയമാണ് വി മുരളീധരനും കെ സുരേന്ദ്രനും ഇടപെട്ട് നേരിട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടിട്ടുള്ളത് എന്ന് നാം ചോദിച്ചാൽ ശബരിമല വിഷയം എടുത്തു പറഞ്ഞേക്കാം. എന്നാൽ അതും എങ്ങനെയായി തീർന്നു എന്നുള്ളത് ഇവിടുത്തെ കേരള സമൂഹത്തിന് അറിയാം. അപ്പോൾ തങ്ങൾ ഉദ്ദേശിച്ച, തങ്ങൾ ഉൾപ്പെട്ടവർക്ക് കിട്ടാതെ പോയ സ്ഥാനമാനങ്ങളിൽ അതിലുള്ള അമർഷവും വിദ്വേഷവുമാണോ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഈ പറയുന്ന കുറ്റാരോപണം എന്ന് നമുക്ക് കുറ്റാരോപണം ഉണ്ടാകുന്നത് എന്ന് നാം ചിന്തിക്കുന്നതിൽ, കേരള സമൂഹം ചിന്തിക്കുന്നതിൽ തെറ്റുണ്ടോ? ഏതായാലും രാജീവ് ചന്ദ്രശേഖരന് കേന്ദ്രത്തിൽ നിന്നുള്ള എല്ലാ പിന്തുണയും കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇതിനൊക്കെ തന്നെ മുൻകൈയെടുത്ത് ഇറങ്ങിയതും അതിനൊരു നീക്കുപോക്കുണ്ടായതും. അതിന്റെ പരിസമാപ്തിയിൽ ഇത്രയും UDF-ഉം LDF നേതാക്കളും അവിടെ സിസ്റ്റേഴ്സിനെ, ഈ പറയുന്ന ഛത്തീസ്ഗഡിൽ സിസ്റ്റേഴ്സിനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോഴും അവർ സിസ്റ്റേഴ്സ് കയറിയ വാഹനം ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ വാഹനമാണ്. അതിലാണ് അവർ കയറി യാത്ര പുറപ്പെട്ടത്. ഇപ്പോൾ ഈ കണ്ട ബിഷപ്പുമാരും രൂപതകളും ഒക്കെ തന്നെ ഒരിക്കലും അടച്ചാക്ഷേപിച്ച് ഒരു വർത്തമാനം ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ രാജീവ് ചന്ദ്രശേഖരനെതിരെ പറയുന്നതുമില്ല. ഒരു നേരിയ തരത്തിലുള്ള വിമർശനമോ അല്ലെങ്കിൽ ഒരു നേരിട്ടുള്ള വിമർശനമോ ദീപിക ദിനപത്രത്തിന്റെ എഡിറ്റോറിയൽ എഴുതി എന്നത് മാത്രമേ അതിനെ ഈ പറയുന്ന എതിർത്തുള്ള ഒരു വർത്തമാനമായി നമുക്ക് കാണാനാകൂ. അപ്പോൾ വി മുരളീധരന്റെ കണ്ടക്ഷോഭവും മറ്റും അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്നവരുടെ കണ്ടക്ഷോഭവും ഒന്നുമല്ലാതെ പോകുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരും.